മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ടണൽ വാർത്തിട്ട് അതിനാൽ മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ഇവിടെ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം അങ്ങോട്ട് റിട്ടേൺ പോകുമ്പോൾ തന്നെ മനസ്സിലായിന് അങ്ങോട്ടേക്ക് ഫുള്ള് കയറുമെന്ന്. വെള്ളം ഇപ്പുറത്തെ വെള്ളം അപ്പുറത്തെ പോകാൻ പി ഉണ്ട്, വലിയ കമാനം ടണലുണ്ട്. അത് അമർന്നേരം മൊത്തം ഇതായി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പഴശ്ശി ഡാമിന്റെ കനാലിന്റെ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, ഇപ്പോഴും അവിടെ ഇടിയുന്നുണ്ട്. അതോടുകൂടിയാണ് വെള്ളം ഇരുഭാഗങ്ങളിലേക്കും, അതായത് ഈ കനാലിന്റെ മറുഭാഗത്തേക്ക് കൂടി വെള്ളം കയറുന്ന നിലയുണ്ടായത്. ഇതിനടിയിൽ കൂടി ഒരു ടണൽ പോകുന്നുണ്ട്. ആ ടണലിലൂടെയാണ് വെള്ളം മറുഭാഗത്തെത്തിയത്. രാത്രി ആളുകളൊക്കെ ഉറങ്ങിയ സമയമായിരുന്നു. വീടുകളിലേക്കൊക്കെ വെള്ളം കയറി. ഏതാണ്ട് 5ഓളം വീടുകളിൽ വെള്ളം കയറി. ഏതാണ്ട് 2ാം നില വരെയൊക്കെ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയൊക്കെ എത്തി ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. പലരും ബന്ധു വീടുകളിലേക്കൊക്കെ മാറുകയും ചെയ്തു. നല്ല രാത്രിയോടുകൂടിയായിരുന്നു. രാത്രിയായിരുന്നു. പെട്ടെന്ന് ഈ സൈഡ് ഇരുന്ന് അടിയിലോട്ടൊരു വെള്ളം ഇപ്പുറത്തെ വെള്ളം അപ്പുറത്തെ പോകാൻ പി ഉണ്ട്, വലിയ കമാനം ടണലുണ്ട്. അത് അമർന്നേരം മൊത്തം ഇതായി. ആളുകൾക്ക് ഈ ഉറങ്ങുന്ന സമയത്തായിരിക്കുമല്ലോ വെള്ളം കയറി. ഒരു 10-11 മണി. പിന്നെ എങ്ങനെയാണ് അഗ്നിരക്ഷാസേനയൊക്കെ എത്തിയത്, ഫയർഫോഴ്സ് ഒക്കെ എത്തിയോ? എങ്ങനെയാണ് ആളുകളൊക്കെ മാറ്റിയത്? ആളുകൾ അപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാരാണ്. നമ്മൾ പിന്നെ സന്നദ്ധ ഇന്നലെ രാത്രി കാണുമ്പോൾ ഇന്നലെ രാത്രിത്തെ ദൃശ്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യത്തിൻ്റെ തന്നെ മനസ്സിലാകുന്നുണ്ട് വെള്ളം തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ വരുന്ന വെള്ളം പോണ്ടിട്ടാണ് അടിയിലോട്ട് ആദ്യം ടണൽ പോകുന്നത്. കനാലിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഫുള്ള് കളിമണ്ണ് കൊണ്ടിട്ടിട്ട് ഇവിടെ പൊന്തിച്ചാണ്. ആ ലെവലിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ലെവലായിരുന്നു പണ്ട് ഈ സ്ഥലം. അപ്പോൾ മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ഇതിൻ്റെ മേലെ ടണൽ വാർത്തിട്ട് അതിനാൽ മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് ഇവിടെ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം അങ്ങോട്ട് റിട്ടേൺ പോകുമ്പോൾ തന്നെ മനസ്സിലായിന് അങ്ങോട്ടേക്ക് ഫുള്ള് കയറുമെന്ന്. ഇങ്ങേ ഭാഗത്ത് മഴ ഫുള്ള് തോട് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം പോകാനാണ് ഇപ്പറാക്കി. അപ്പോൾ ഇത് മണ്ണ് അടഞ്ഞാൽ ഫുള്ളാണ് ബ്ലോക്ക്, മുഴുവൻ ആ ഭാഗത്ത് ബ്ലോക്കായി. നിലവിൽ അങ്ങനെയാണ് സാഹചര്യം. ഇതായിപ്പോൾ നമുക്ക് ഈ ഭാഗത്താണ് കനാൽ വരുന്നത്. അതിൻ്റെ മറുഭാഗത്തേക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 5-10 വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. നേരത്തെയും ഇതുപോലെ പഴശ്ശി കനാലിൻ്റെ ഒരു ഭിത്തി ഇടിയുന്ന സംഭവം 2018 ഉണ്ടായിരുന്നു. അന്ന് ഏതാണ്ട് 5 കോടി രൂപ ചിലവിട്ടാണ് അന്ന് ആ ഭിത്തി പുതുക്കി പണിഞ്ഞത്. പക്ഷേ ഇതായിപ്പോൾ വീണ്ടും മറ്റൊരിടത്താണ് ഈ രീതിയിൽ ഭിത്തി ഇടിഞ്ഞു വീഴുകയും വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ പോയാൽ കാണാം, വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ മഴയിലാണിപ്പോൾ ഇങ്ങനെയൊരു ഭിത്തി ഇടിഞ്ഞു വീഴുന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഏതായാലും ആളുകളെയൊക്കെ വീടുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.